ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അടുത്ത ആഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ദൈവമാതാവായ വിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെ മധ്യസ്ഥതയിലുള്ള പ്രത്യേകമായ നോയമ്പാണ്. എല്ലാ ദിവസവും എല്ലാ യാമത്തിലും നമ്മൾ വിശുദ്ധ കന്യമറിയാമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാറുണ്ട്, അപേക്ഷിക്കാറുണ്ട്. നമ്മുടെ എല്ലാ നമസ്കാരത്തിലും എല്ലാ പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും ഒക്കെ മാതാവിൻ്റെ മധ്യസ്ഥത ധാരാളമായിട്ടുണ്ട്. പരിശുദ്ധരായ പിതാക്കന്മാരൊക്കെ മാതാവിനെ കുറിച്ച് ഏറെയേറെ പുകഴ്ത്തുകയും വാഴ്ത്തി സ്തുതിപാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധനായ അപ്രയം മാതാവ് മാലിന്യമില്ലാത്ത കന്യകയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പിതാക്കന്മാരും മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും അതുപോലെ തന്നെ മറ്റു പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്നുകൂടുന്ന ഈ സമൂഹം, ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള മധ്യസ്ഥതയൊക്കെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, കർത്താവിനോടുള്ള ഭക്തിയിൽ നിന്ന് നമ്മളാരും അന്യരായി പോകരുത്. കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള ഭക്തിയുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ പരിശുദ്ധിയായ അമ്മയും പരിശുദ്ധനായ ഗ്രിഗോറിയോസ് പിതാവും അതുപോലെ എല്ലാ വിശുദ്ധന്മാരും കർത്താവിനെ നോക്കിക്കൊണ്ട് ജീവിച്ചവരുടെ ജീവിതം പൂർത്തീകരിച്ചവരാണ്. കന്യമറിയാമ്മ കാനാവിലെ കല്യാണ വിരുന്നിന് പറയുന്നുണ്ട്, മാതാവിൻ്റെ അടുക്കൽ ചെന്ന്, മാതാവ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ അതിന് നമ്മളുടെ ഭാഷയിലത് ഒരനുകൂലമായ മറുപടിയല്ല അവിടെ കിട്ടുന്നത്. പരിചാരകന്മാരായിട്ട് കന്യമറിയാമെന്ന് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ, അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എല്ലാ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ പറയുന്നു. കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ മാതാവിനെ ലഭിക്കും, എല്ലാ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെ ലഭിക്കും. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അവസരത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരാണ് എന്നുള്ള ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി. അവരോരോരുത്തരും ആരാണെന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമില്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിനോട് ചേർന്നിരുന്ന യോഹന്നാൻ ശ്ലീഹായോട് പറയുന്നു, ചോദിക്കുവാനായിട്ട് മറ്റു ശിഷ്യന്മാർ ചോദിക്കുന്നു. കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നുകൊണ്ട് ഏറ്റവും ഇളയവനായ യോഹന്നാൻ ശ്ലീഹ ആരാണെന്ന് ചോദിക്കുന്നു. നമ്മുടെ ഭവനത്തിലും ഒക്കെ ഇളയവർക്കൊരു വലിയ സ്ഥാനമുണ്ട്. അവർക്ക് ഭവനത്തിൽ ഇളയ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെ അടുക്കലൊക്കെ പ്രായം കൂടിയ കുഞ്ഞുങ്ങളെക്കാൾ പ്രത്യേകതയുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ ആ ശിഷ്യന്മാരിൽ പ്രായം കുറഞ്ഞ ആളായിരുന്നു. ഏറ്റവും അവസാനം മരിക്കുന്നതും യോഹന്നാൻ ശ്ലീഹ, സ്വാഭാവിക മരണം പ്രാപിക്കുന്നതും യോഹന്നാൻ ശ്ലീഹ. ബാക്കിയുള്ളവരെല്ലാം രക്തസാക്ഷികളായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല. കഷ്ടതയും പ്രയാസവും പത്മോസ് ദ്വീപിലേക്കുള്ള നാടുകടത്തിലും ഇതൊക്കെ ഉണ്ടായി. ഇവിടെ കർത്താവിൻ്റെ മാറോട് ചാർന്നിരുന്നുകൊണ്ട് ആരാ നിന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിക്കും.
ആ കർത്താവിൻ്റെ ഹൃദയതാളം കേട്ട ആളിന്, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് മനസ്സിലാക്കിയ ആളിന് വേറെ പല പ്രത്യേകതകളും നമ്മൾ കാണാൻ പറ്റും. ഒരാൾ ഒറ്റിക്കൊടുത്തിട്ട് പോയി മരിക്കുന്നു, മറ്റൊരാൾ തള്ളിപ്പറയുന്നു, വേറെ 9 പേരും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിപ്പോവുക. ഒരേ ഒരു ശിഷ്യൻ മാത്രം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടി നിൽക്കുന്നു. അത് കർത്താവിൻ്റെ ഹൃദയതാളം അറിഞ്ഞ ആളാണ്. ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ശബ്ദം തൊട്ടുചാരിയിരുന്ന് മനസ്സിലാക്കി. ഇത് ഭവനത്തിലുണ്ടാകാത്ത എന്നത്തെ എല്ലാ കുഴപ്പവും. വർത്താനമൊക്കെ പറയുമായിരിക്കും, പറയാതിരുന്നേക്കാം. അന്യോന്യം ഈ ഹൃദയസ്പന്ദനമൊന്ന് അറിയണം എന്ന് പറഞ്ഞാൽ അവരോ ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ പിതാവ്, അമ്മ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, അന്യോന്യമുള്ള അടുത്തുള്ള ഇടപെടൽ, അകന്നു നിന്നുള്ള ഇടപെടലല്ല, ദൂരെ നിന്നല്ല. ഇന്നതിന് ഒത്തിരി സാധ്യതയാണ്. ദൂരെ നിന്ന് ദൂരമായിട്ട് പോകുന്നു. മറ്റൊരു ചെറിയ ഭവനമായിരിക്കും, ആ ഭവനത്തിൻ്റെ ഒരു മൂലയ്ക്കായിരിക്കും അടുപ്പും ഒക്കെ, മറ്റേ ഭാഗത്തോട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നു. അപ്പം എല്ലാവരും ഒരു ശാരീരികമായ ഒരു അടുപ്പവും ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ഒരാൾ താഴത്തെ തട്ടിലാണെങ്കിൽ മറ്റേ ആൾ 3-ാമത്തെ തട്ടിലാണ്. ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ അങ്ങനെയുള്ള അടുപ്പവും സ്പർശനവും ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് യോഹന്നാന് കിട്ടുന്നത്? യോഹന്നാൻ കർത്താവിൻ്റെ ശബ്ദമൊക്കെ കേട്ടറിഞ്ഞു മനസ്സിലാക്കി. പിറ്റേ ദിവസം കഷ്ടാനുഭവത്തിൻ്റെ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പോയി. ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്നു. അത് സന്തോഷകരമായ കാര്യമൊന്നുമല്ല. വളരെയേറെ മാനസിക വ്യഥ അനുഭവിച്ച ആളാണ് യോഹന്നാൻ ശ്ലീഹ. ആ സമയത്ത് തൻ്റെ അരുമനാഥൻ കുരിശിക്കപ്പെടുന്നത് കണ്ട് ഒരു മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ആൾ പിടഞ്ഞു മരിക്കുന്നത്, ആ കുരിശിൽ കിടന്ന് മരിക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ പടമൊക്കെ വരച്ചേക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെയാണ് വരച്ചേക്കുന്നത്. എന്നാൽ ചില പടങ്ങളിൽ കൈ മാത്രം കുരിശിൻ്റെ ചേർന്ന് തലയും ഉടലിൻ്റെ ഭാഗങ്ങളും മുൻവശത്തോട്ട് കുനിഞ്ഞ് അങ്ങനെ കിടക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം ഒരു ചാരുകസേലിരിക്കുന്ന പോലൊന്നും കുരിശിക്കപ്പെടുന്ന ആളിന് കിടക്കാൻ പറ്റും. അപ്പം ഈ പ്രയാസങ്ങളെല്ലാം നേരിട്ട് കാണുന്നുണ്ട്. എല്ലാ നിവൃത്തിയായി പിതാവിങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ അവസരത്തിൽ യോഹന്നാന് പ്രത്യേകമായൊരു പദവി കിട്ടുന്നു. എന്താണ് ആ പദവി? കർത്താവിൻ്റെ അമ്മയെ യോഹന്നാൻ്റെ അമ്മയായിട്ട് കൊടുക്കുന്നു. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ അങ്ങോട്ട് ഫരമേൽപ്പിക്കുക. ഇതാ നിൻ്റെ മകൻ എന്ന് യോഹന്നാനെ ഫരമേൽപ്പിക്കുന്നു. അതൊരു വലിയ പദവിയാണ്. കർത്താവിനോട് അടുത്ത് നിന്നിട്ടാണ് പരിശുദ്ധയായ അമ്മയെ യോഹന്നാന് അമ്മയായിട്ട് കിട്ടും. അമ്മയ്ക്ക് ഈ മകനെ കിട്ടുന്നു, ഒരു മകനെ കൂടെ കിട്ടുന്നു. ഒരു മകൻ പോയി, അപ്പോൾ ഒരു മകനായിട്ട് യോഹന്നാനെയും കിട്ടും. ഈ കാര്യം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ കർത്താവിനോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനകൾ മുഖാന്തരമായിട്ട് നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. അതുപോലെ നമ്മളും കർത്താവിനോടുള്ള അടുത്ത ബന്ധം പുലർത്തണം. അപ്പോൾ ഭവനത്തിലുള്ള എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെ ആയിത്തീരും. പ്രിയപ്പെട്ടവരെ, ഈ 15 നോയമ്പ് വരുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ 1-ാം തീയതി മുതൽ 15 വരെയുള്ള ദിവസമാണ്. മാതാവിനോടുള്ള പ്രാർത്ഥനയും ധ്യാനവും മധ്യസ്ഥതയും, മാതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന, അതെല്ലാം കൊണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ കൂടുതൽ വളരുകയും അതോടൊപ്പം അമ്മയോടുള്ള അടുപ്പവും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇത് ഒരുമിച്ച് പോകേണ്ടതായ കാര്യങ്ങളാണെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥതയും പരിശുദ്ധനായ ഗ്രിഗോറിയോസിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഇവരുടെ എല്ലാം മധ്യസ്ഥതയാൽ
ദൈവം നമുക്കെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ.